കോവിഡ് വ്യാപനം വരുന്നതിന് മുമ്പേ ഞാനിവിടെ രാവിലെ 5 മണിക്ക് വന്ന് 5 മണിക്ക് ഇവിടെ വരും. 5 മണിക്ക് വന്നതിന് ശേഷം ഈ കിണറിൻ്റെ പരിസരമൊക്കെ അടിച്ച് വൃത്തിയാക്കിയതിന് ശേഷം 5 മണിക്ക് പണി തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം 5 മണി വരെ പണി ഉണ്ടായിരുന്നു. അന്നെന്ന് പറഞ്ഞാൽ ഒരുപാട് കടകൾ ഒഴിച്ചിരുന്നു. അന്ന് കുറഞ്ഞ ആൾക്കാരെ ഇവിടെ വെള്ളം എടുക്കാനുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിന്നെ അതിൻ്റെ ശേഷം പിന്നീട് മോട്ടറും കാര്യങ്ങളൊക്കെ വന്നതിന് പിന്നെ ഒരുപാട് മാറ്റം വന്നതിന് ശേഷം പിന്നെ കുറഞ്ഞ കടകളിലേക്കാണ് ഒഴിക്കുന്നത്. മാത്രമല്ല അത്രയും കടകൾ ഇപ്പോഴും വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇവിടുന്ന് അത്രയും കടകളിലേക്ക് ഇവിടുന്ന് ഒരു കാരണവശാലും വെള്ളം ഏറ്റി കൊണ്ടുപോകാൻ ആർക്കും കഴിയില്ല. കാരണം അത്രമാത്രം ബുദ്ധിമുട്ട്, അത് വല്ലാതെ നെഞ്ചിൽ ബാധിക്കുകയും ചെയ്യും. നമുക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് വരാൻ സമയം തീരെ കിട്ടില്ല. അങ്ങനത്തെ ഒരു ഇതായതുകൊണ്ടാണ്. അത് മാത്രമല്ല ഈ കിണറ്റിലെ വെള്ളത്തിൽ ബ്ലീച്ചിങ് പൗഡർ ഇടാണ്ട് അതിൻ്റെയുള്ള അളവും കാര്യങ്ങൾക്കും വേണ്ടി മാത്രമേ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കാറുള്ളൂ. ഈ കിണറ്റിൽ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ പുറമെ ഒരാൾ വെള്ളം കുടിച്ചാൽ പോലും ഇതിൽ ബ്ലീച്ചിങ് പൗഡർ ഇടുന്നുള്ള അവർക്ക് പറയാൻ കഴിയില്ല. അത്ര വളരെ സൂക്ഷ്മം കണ്ടും ശ്രദ്ധിച്ചുകൊണ്ടാണ് ഈ ബ്ലീച്ചിങ് പൗഡർ ഇതിലിട്ട് കൈകാര്യം ചെയ്യുന്നത്. ഇതിന് അറിയപ്പെടുന്നതിൽ കാവിൽ വെള്ളം കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഈ ടിന്നിൽ വെള്ളം എടുത്തിട്ട് പോകണമെങ്കിൽ നല്ലൊരു പ്രത്യേക ഒരു പരിചയം തന്നെ വേണം. കാരണം വെച്ചാൽ ഈ ടിന്നിൽ വെള്ളമായി കഴിഞ്ഞാൽ ഈ ടിന്ന് നമ്മളിങ്ങനെ വേഗതയിൽ വെള്ളം കൊണ്ടുപോകുമ്പോൾ സാധാരണ നടന്നു പോകാറില്ല, വേഗതയിലാണ് പോകുന്നത്. അപ്പോൾ വേഗതയിൽ പോകുമ്പോൾ ടിന്ന് ഇങ്ങനെ ലാഞ്ചും കിടന്നിട്ട്, അപ്പോൾ ലാഞ്ചുമ്പോൾ നമ്മളെ തോന്നുന്നു ഈ കാവ് വിട്ടുപോയി കഴിഞ്ഞാൽ തന്നെ കാല് വന്ന് അടിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു നേക്കിനിങ്ങനെ അഡ്ജസ്റ്റ് ആദ്യമൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ട് വെച്ചാൽ നമുക്ക് ഇത് എത്തിക്കാൻ കഴിയുമോ എന്നുള്ള ഇതൊക്കെ ഒരുപാട് വിഷമങ്ങൾ അതിജീവിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ട് വെള്ളം കൊണ്ടുപോകുന്നത്. കാരണം വെച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ട്. കാരണം ടിന്നായിട്ട് പോകുമ്പോൾ പിന്നെ വാഹനങ്ങൾ വരുമ്പോഴൊക്കെ നമ്മൾ അരിയിലേക്ക് മാറി കൊടുക്കുമ്പോൾ അതിൻ്റെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ബാലൻസ് ശരിയില്ലാത്തതുകൊണ്ടാണ്. പണ്ടൊക്കെ കുറേ മുമ്പൊക്കെ വീടുകൾക്ക് പിന്നെ ഇഷ്ടിക പിന്നെ കട്ട കൂട്ടാൻ വേണ്ടിയിട്ട് കാവിൽ വെള്ളം എടുത്തിട്ട് ഓടുകയാണ് ചെയ്യുക, പറക്കുകയാണെന്നാണ് നമ്മൾ വിചാരിക്കുക. കാരണം വെച്ചാൽ വെള്ളമായിട്ട് അടിച്ചു വിട്ട് പോകണം. കാരണം അത് മോട്ടറും കാര്യങ്ങളില്ല. ഈ കാവിൽ വെള്ളം എടുത്ത് പോകുമ്പോൾ ആ വെള്ളം വേഗം എത്തിച്ചില്ലെങ്കിൽ അവരുടെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വരും. കാരണം അന്ന് കാവെടുത്ത ആൾക്കാർ പറക്കുകയാണ് ചെയ്യുക. അന്ന് 2 തോളിലും കാവെടുത്തിട്ടാണ് ആൾക്കാർ ഈ കട്ടയ്ക്ക് ഇതാക്കാൻ വേണ്ടി അത്രമാത്രം കഷ്ടപ്പെട്ട്. അത് മാത്രമല്ല പിന്നെ ഒരു കല്യാണ വീട്ടിലായാലും ഒരു വേറെ എന്തെങ്കിലും ചടങ്ങും കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിലും അവിടെ ഒരുപാട് പിന്നെ കാവുകാരെ ആശ്രയിച്ചിട്ടുണ്ട്. കാരണം മോട്ടറില്ല, അപ്പോൾ കുറച്ച് വെള്ളം കൊണ്ടുതരാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ പറയും വെള്ളം കൊണ്ടുതരാം എന്നൊക്കെ അവർ പറയും. അപ്പോൾ നമ്മൾ ഒരു കല്യാണത്തിന് നമ്മൾ പോയി കുറേ ദൂരത്തു നിന്നൊക്കെ വെള്ളം എടുത്തിട്ട് വന്നിട്ടുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് കാവിൽ വെള്ളം കൊണ്ടുപോകുന്നത് ഇങ്ങനെ കാണാം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണും. അപ്പോൾ എന്നാൽ പിന്നെ ഞാനും കാവിൽ വെള്ളം എടുക്കാൻ ചോദിച്ചാൽ അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടതാണ്. അപ്പോൾ ഇതിൽ തന്നെ ഉറച്ചു പോയി, വേറെ ഒരു മേഖലയ്ക്ക് പോയില്ല. സാധാരണ ഇങ്ങനെ അധികം ആരും നിൽക്കില്ല, ഇത്രയും വർഷമൊന്നും വെള്ളം കാവ് എടുക്കാനായിരുന്നു, മറ്റേതെങ്കിലും മേഖലയ്ക്ക് പോവുകയുള്ളൂ. ഞാനും ഇതിൽ തന്നെ തുടർന്നു പോയി. ഇപ്പോഴാണെങ്കിൽ പൊതുവെ പണിയും കാര്യങ്ങളൊക്കെ കുറവാണ്, അതിനൊക്കെ തട്ടിമുട്ടി അങ്ങനെ ജീവിച്ചു പോവുകയാണ്. എനിക്ക് ഒരു ചെറിയൊരു ആഗ്രഹമുണ്ട്. കാരണം വെച്ചാൽ ഞാൻ കുറേ MA യൂസഫലി സാറിനെ ഒന്ന് കാണുന്നത് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പിന്നെ ഞാൻ ഇതിനിടയ്ക്ക് സാറിന് പിന്നെ ഒരു രജിസ്റ്റേർഡ് പിന്നെ അയച്ചിട്ടുണ്ട്. അതിൻ്റെ അക്നോളജ്മെൻറ്റ് 6 മാസമായിട്ട് എനിക്ക് വന്നിട്ടില്ല. അത് മാത്രമല്ല MA യൂസഫലി സാറ് ഒരു വലിയ മനസ്സിൻ്റെ ഉടമയാണ്. എനിക്ക് സാറിനെ ഒന്ന് കാണുന്ന വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു.